Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പണം എന്തിനാ പണം വേണ്ടാത്തത്? അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വില വേണേ പണം വേണം, ബന്ധുക്കളുടെ മുന്നിൽ വില വേണേ പണം വേണം, നാട്ടുകാർ നമുക്ക് എന്തെങ്കിലും വില തരണമെങ്കിൽ പണം വേണം. എന്തിന്? നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പണം വേണം. ദേ വെറുതെ ഇവിടെ ഒന്ന് നിൽക്കണമെങ്കിൽ തന്നെ പണം വേണം. ഇതിനെല്ലാത്തിനും ഉപരി നമുക്ക് നമ്മളോട് തന്നെ എന്തെങ്കിലും വില തോന്നണമെങ്കിലും ഈ സാധനം വേണം. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവ വികാസങ്ങൾക്കും കാരണകേന്ദ്രമായ ഈ പേപ്പർ കഷ്ണം മനുഷ്യന്റെ വിചാര വികാരങ്ങളെ പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ്. അതെങ്ങനെയെന്നല്ലേ? ചേട്ടാ, ഈ ഷെയ്ഖ് ജഹീന്റെ എവിടെ? അപ്പുറത്താ. ഒരു 50 രൂപ തരുമോ ഷെയ്ഖ് കുടിക്കാന്? എന്താടാ? സിഗരറ്റ് ഉണ്ടോ? ഇല്ലടാ. എന്റെ പൊന്നു മമ്മി, അത് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. നിങ്ങൾ ഫോൺ വെക്ക്. എന്ത് പറ്റി? നീ പറ, കാര്യം പറ. ഇനി ചോദിക്കാൻ ആരും ബാക്കിയില്ല. വൈകുന്നേരത്തിനുള്ളിൽ ഒരു 10,000 രൂപ വേണം. എന്റെ ഒരു ബന്ധുവിന്റെ ഒരു അത്യാവശ്യം അതൊക്കെ മേടിച്ചു പോയത്. എന്റെ അമ്മ 10,000? വഴി നീ അവളോടൊന്ന് ചോദിച്ചോ. എടാ നില്ലേ, ഞാൻ അവളെ വിളിക്കട്ടെ. ഹലോ എടി, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അവൻ അത്യാവശ്യമായിരുന്നു. നിന്റെ ഈ സ്വർണ്ണമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പണയം വെച്ച് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ആ ശരി ശരി, ഓക്കെ. എടാ, അവള് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവളെ സ്വർണം പണയം വെച്ച്. പക്ഷെ നീ ശമ്പളം കിട്ടുമ്പം കൃത്യമായിട്ട് പൈസ. ഈയുടെ ഒരു കുഴപ്പമില്ല, 6-ാം തീയതി ശമ്പളം കിട്ടും. പലിശ പോലും ആകത്തില്ല. ഞാനല്ലേ, നീ കിട്ടുക. എടാ, ശമ്പളം കിട്ടിയില്ല കേട്ടോ. 6-ാം തീയതി തൊട്ട് കിട്ടണ്ടായിരുന്നു. അവന്മാരിട്ട് വലിപ്പിക്കുക. ഓ, അത് സാരമില്ലടാ, കുറച്ച് പലിശ ആകുന്നല്ലേ ഉള്ളു. നീ കിട്ടുമ്പോ തന്നാ മതി.
അളിയ പൈസയുടെ കാര്യം എന്താടാ? ഈടാ ഡിസ്പ്ലേ പൊട്ടിയിരിക്കുവായിരുന്നു എന്റെ ഫോണിന്റെ, അതിലെടുക്കാൻ പറ്റാഞ്ഞ പൈസ കിട്ടിയില്ല ഇതുവരെ. പക്ഷെ അത് നീ കാര്യമാക്കണ്ട, നാളെ 4 മണിക്കുള്ളിൽ നിന്റെ മൊത്തം പൈസ ഞാൻ തന്നിരിക്കും. അത് എവിടെന്നെങ്കിലും ഒപ്പിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ എടാ, പൈസയുടെ കാര്യം എന്താടാ? അളിയ പൈസ കിട്ടി. ഗൂഗിൾ പേ നമ്പർ മാറിയിട്ടൊന്നും ഇല്ലല്ലോ. അതിലേക്ക് ഞാൻ ഇട്ടേക്കാം വൈകുന്നേരത്തിനുള്ളിൽ. ശരി എന്നാ. എടാ നീ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഞാനുള്ള അക്കൗണ്ട് നമ്പർ IFSC കൂടെ അയച്ചു തന്നെയാ. എന്റെ പൈസ എന്തേ? എടാ അയച്ചില്ലായിരുന്നു ഇതുവരെ. എടാ എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോയി, അതുകൊണ്ടാ. വേഷം കെട്ടിന്റെ അടുത്തോണ്ട പൈസ എന്തേ? കൈ എടുക്കടാ. എടാ ആ പൈസ എൻ്റെ കിട്ടിയതാ. പിന്നെ ഞാൻ ആലോചിച്ച്, മോതിരമായിട്ടവൻ്റെ കൈ കിടക്കാനല്ലേ. അതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് നടന്നാലും ഒരുപോലെ. നീ പോവാൻ നോക്ക്.
പൈസ തിരിച്ചയച്ചു തന്നത്. ഞാൻ അവളുടെ മോതിരം അമ്മയുടെ സ്വർണ്ണം പണയം വെച്ചെടുത്ത് കൊടുത്തു. ഇനി എനിക്ക് ഇതിന്റെ പൈസയുടെ ആവശ്യമില്ല. പണം ചില്ലറെ മറ്റൊരാളാക്കും, എല്ലാം മറക്കാൻ പഠിപ്പിക്കും, ചിലപ്പോ സൗഹൃദങ്ങളും.